സ്വർണ്ണക്കൊള്ളയിൽ കേസെടുത്തു. ശബരിമല സ്വർണ്ണ കവർച്ചയിൽ കേസെടുത്ത് ക്രൈംബ്രാഞ്ച് 2 എഫ്ഐആറുകളിലായി 10 പേരെ പ്രതി ചേർത്തു. ഉണ്ണികൃഷ്ണൻ പോറ്റിയാണ് ഒന്നാം പ്രതി. വി വിനോദ് വിവരങ്ങൾ പങ്കുവെക്കും. വിനോദ്, ഏറ്റവും ഒടുവിൽ കേസിലേക്ക് കാര്യങ്ങൾ പോവുകയാണ്. പക്ഷേ അപ്പോഴും ഉണ്ണികൃഷ്ണൻ പോറ്റിയും മറ്റ് 9 പേരും അല്ലേ പ്രതികൾ. കൂടുതൽ എന്തെങ്കിലും ടേംസ് ഓഫ് റെഫറൻസ്, അന്വേഷണത്തിൻ്റെ കൂടുതൽ വിഷയങ്ങൾ അത്തരമെന്തെങ്കിലും നമുക്ക് വ്യക്തമായിട്ടുണ്ടോ? രഞ്ജിത്ത്, പൂർണ്ണമായും ഹൈക്കോടതിയുടെ നിരീക്ഷണത്തിലാണ് കാര്യങ്ങൾ ഇപ്പോൾ മുന്നോട്ട് പോകുന്നത്. നേരത്തെ തന്നെ ദേവസ്വം വിജിലൻസിൻ്റെ പരിശോധന ഉണ്ടായിരുന്നു. ആ റിപ്പോർട്ട് കോടതിക്ക് കൈമാറി, അതോടൊപ്പം തന്നെ സർക്കാരിനും കൈമാറിയിരുന്നു. ആ ഘട്ടത്തിൽ തന്നെ പ്രത്യേക അന്വേഷണ സംഘത്തിന് സർക്കാർ രൂപം നൽകി. ഇപ്പോൾ ആ സംഘം, ക്രൈംബ്രാഞ്ച് മേധാവിയാണ് ആ സംഘത്തിന് നേതൃത്വം നൽകുന്നത്. ക്രൈംബ്രാഞ്ചാണ് ഇന്നിപ്പോൾ 2 എഫ്ഐആറുകൾ രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. ഇതിൽ ഉണ്ണികൃഷ്ണൻ പോറ്റി ഒന്നാം പ്രതിയാണ്. മറ്റ് 9 പേർ കൂടിയുണ്ട്. ദേവസ്വം ബോർഡിലെ ജീവനക്കാരും മുൻ ജീവനക്കാരും അടക്കം ഇതിൽ പ്രതിയാണ്. പക്ഷേ ഇതിലൊരു രാഷ്ട്രീയ നേതാവോ അല്ലെങ്കിൽ അങ്ങനെ ഒരു രാഷ്ട്രീയ ആരോപണങ്ങൾ പല വശങ്ങളിൽ നിന്ന് ഉയരുന്നെങ്കിലും അങ്ങനെ ഏതെങ്കിലും ഒരു നേതാവിൻ്റെ പേരോ മറ്റോ ഈ എഫ്ഐആറിൽ രേഖപ്പെടുത്തിയിട്ടില്ല. അതോടൊപ്പം തന്നെയാണ് സ്മാർട്ട് ക്രിയേഷൻസ്, അവരെ ഇപ്പോൾ എഫ്ഐആറിൽ പ്രതി ചേർത്തിട്ടില്ല. പക്ഷേ നേരത്തെ ഉള്ള നിലപാടിൽ നിന്ന് സ്മാർട്ട് ക്രിയേഷൻ പിന്നാക്കം പോകുന്നൊരു സാഹചര്യം ഉണ്ടായിരുന്നു. അതായത് ഒരിക്കൽ ചെമ്പുപാളിയിൽ സ്വർണം പൂശി നൽകിയാൽ പിന്നീട് തങ്ങളുടെ സ്ഥാപനം അത്തരം നടപടി ചെയ്യില്ല എന്ന ഒരു കാര്യമാണ് അവർ പറഞ്ഞിരുന്നത്. പക്ഷേ ഇപ്പോൾ ആ നിലപാടിൽ മാറ്റം വരുത്തി വീണ്ടും ഈ സ്വർണം പൂശിയ പാളി കൊണ്ടുചെന്നപ്പോൾ അതിൽ വീണ്ടും സ്വർണം പൂശിയെന്നും അതിൽ അവശേഷിച്ച പൂശിയതിനു ശേഷം അവശേഷിച്ച സ്വർണം കൈമാറിയെന്നുമൊക്കെയാണ് അവരുടെ നിലപാട്. പക്ഷേ അത് പൂർണ്ണമായും വിശ്വാസയോഗ്യമല്ല. മാത്രമല്ല ഇതിൻ്റെ ഒരു പ്ലേറ്റിങ്ങുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലൊക്കെ സാങ്കേതികമായ പരിശോധനകൾ കൂടി നടക്കേണ്ടതുണ്ട്. സ്വർണം അതിൽ പതിച്ചതാണ്. ആ പതിച്ച സ്വർണം ശബരിമലയിൽ വെച്ച് തന്നെയാണോ ഇളക്കിയത്, അല്ലെങ്കിൽ ഇവിടെ നിന്ന് ചെമ്പുപാളിയോടുകൂടി കൊണ്ടുപോയി അവിടെ വെച്ച് മാറ്റുകയായിരുന്നു, ഇത് എവിടെയെല്ലാം കൊണ്ടുപോയി എന്നതടക്കമുള്ള കാര്യങ്ങളിൽ വിശദമായ പരിശോധന നടക്കേണ്ടതുണ്ട്. പക്ഷേ ഒരു സ്റ്റേറ്റ് ഏജൻസി അന്വേഷിക്കുമ്പോൾ പ്രതിപക്ഷം അടങ്ങിയിരിക്കുമോ അല്ലെങ്കിൽ BJPയുടെ ഭാഗത്ത് നിന്ന് അവരൊരു തൃപ്തി പ്രകടിപ്പിക്കുമോ എന്നതിലൊക്കെ കാര്യങ്ങൾ അവശേഷിക്കുന്നുണ്ട്. പക്ഷേ ഹൈക്കോടതിയുടെ നിരീക്ഷണത്തിലാണ്. ഇതിൽ സർക്കാരിന് പ്രത്യേകിച്ച് ഇടപെടൽ സാധ്യമല്ല. മാത്രമല്ല, സർക്കാരിനെ സംബന്ധിച്ച് വലിയ പ്രതിസന്ധിയുമുണ്ട്. ഇതിനെ പ്രതിരോധിക്കാൻ കഴിയാത്ത നിലയിലേക്ക് കാര്യങ്ങൾ എത്തിയിട്ടുണ്ട്. കാരണം സ്വർണം നഷ്ടമായി എന്ന കാര്യം സ്ഥിരീകരിക്കപ്പെട്ടു. എങ്കിൽ എങ്ങനെ നഷ്ടമായി? ഉണ്ണികൃഷ്ണൻ പോറ്റിയെ നിയോഗിച്ചതാര്? പത്മകുമാറിൻ്റെ മകന് അങ്ങനെ ഒരു സ്പോൺസറായി വരാൻ കഴിഞ്ഞത് എന്തുകൊണ്ട്? തുടങ്ങി ഒട്ടനവധി ചോദ്യങ്ങൾ അവശേഷിക്കുന്നുണ്ട്. ഇതിനെല്ലാം ഉത്തരം കാണാൻ SITക്ക് കഴിയും എന്ന കാര്യമാണ് സർക്കാർ പറയുന്നത്. പക്ഷേ CBI അന്വേഷണം പോലെ ഉള്ള കാര്യങ്ങളിലേക്ക് കാര്യങ്ങൾ ഇനി എത്തുമോ എന്നതുകൂടി കണ്ടറിയണം. രഞ്ജിത്ത്, വിനോദാണ് വിവരങ്ങൾ പങ്കുവച്ചത്.